കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വീട്ടമ്മയാണ് കൊല്ലപ്പെട്ടത്. കോതമംഗലം കാഞ്ഞിരവേലി മുണ്ടോം കണ്ടത്തിൽ ഇന്ദിര രാമകൃഷ്ണനാണ് മരിച്ചത്. 78 വയസ്സായിരുന്നു. കൃഷിയിടത്തിൽ വിളവെടുപ്പിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. കാട്ടാന ഇവരെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ആക്രമണമുണ്ടായത്. ടോൾസൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ടോൾസൺ, എന്താണ് സംഭവിച്ചത്? ഈ മേഖല കാട്ടാനകളുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പ്രദേശമാണോ? ഇവിടെ കാട്ടാനശല്യം നേരത്തെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. അടിമാലി പഞ്ചായത്തിലെ കാഞ്ഞിരവേലിയിൽ മുണ്ടോമണ്ഡലത്തിൽ രാമകൃഷ്ണന്റെ ഭാര്യ ഇന്ദിരാമ്മ ആണ് സ്വന്തം പറമ്പില് പൂവ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കാട്ടാന ആക്രമിച്ചു കൊന്നത്. ഇവരൊറ്റയ്ക്കായിരുന്നോ ടോൾസൺ? ഇവരെ ആ കൃഷിയിടത്തിലേക്ക് പോയത് ഒറ്റയ്ക്കായിരുന്നോ? ഇവര് ഒറ്റയ്ക്കായിരുന്നു കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് സമീപ സ്ഥലങ്ങളിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നവരാണ് ഇത് സംഭവം ആദ്യം കണ്ടത്. അവരെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടനെ എത്തിക്കുകയായിരുന്നു. ഈ എന്തെങ്കിലും നടപടികൾ ഈ കാട്ടാന ഇപ്പോഴും ആ സമീപത്ത് തന്നെ ഉണ്ടോ, അതോ കാട്ടിലേക്ക് കയറിപ്പോയോ? എന്താണ് ലഭിക്കുന്ന വിവരം? അത് ഇപ്പോൾ കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ട്. ഇവരെ ആളുകൾ ഏതായാലും വളരെയേറെ ദുഃഖത്തിലും അതുപോലെ പ്രതിഷേധത്തിലുമാണ് ഇവിടെ ഉള്ളത്. ഈ ആളുകളുടെയൊക്കെ ഒരു വലിയ സാന്നിധ്യം അവിടെ ഉണ്ടാകും സ്വാഭാവികം. അതിനുശേഷം എന്തൊക്കെ നടപടികൾ വനംവകുപ്പിന്റെ അധികൃതർ അവിടെ എത്തുകയോ ഇനി ഇവിടേക്ക് കാട്ടാന കടന്നു വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആളുകളുടെ പ്രതിഷേധം കൂടുമ്പോൾ ഇവിടെ ഫെൻസിംഗും എല്ലാം ആയിട്ട് വനംവകുപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഫലപ്രദമാവുന്നില്ല എന്നാണ് സത്യം. അതായത് ഈ പലപ്പോഴും ഇതിനു മുൻപും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു പ്രദേശമാണോ ഇവിടം? ഇത് കോതമംഗലം അടിമാലി പഞ്ചായത്തിൽ 20-ാം വാർഡാണ് കാഞ്ഞിരവേലി. അതിന്റെ സമീപത്ത് തന്നെയാണ് മേരിമംഗലം എന്ന സ്ഥലവും കോതമംഗലം താലൂക്കിലെ. ഇതെല്ലാം വനപ്രദേശവും വനത്തിന്റെ അതിർത്തികളാണ്. ഇവിടെ ആനശല്യം പതിവാണ്. ഈ 2 മേഖലകളിലും ആനശല്യം പതിവാണ്. ഇപ്പോൾ ഇവിടെ അതിന് മുൻപും ആനകൾ എത്തിയിട്ടുണ്ട്, കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ടല്ലേ? എത്തിയിട്ടുണ്ട്. കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ട്. ആന ഇറങ്ങി നിൽക്കുന്ന സംഭവം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. ഇവിടെ ഈ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ് ഒക്കെ ഉണ്ടായിരുന്നോ? ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് എന്ന വനവകുപ്പിന്റെ മുന്നറിയിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? മുന്നറിയിപ്പിന്റെ ആവശ്യമില്ല. ഇവിടെ എപ്പോഴും ഇത് ആനശല്യം ഉള്ളതുകൊണ്ട് എല്ലാവരും ജാഗ്രതയാണ്. പക്ഷെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പകല് സാധാരണ അധികം ആനശല്യം ഉണ്ടാകാറില്ല. കൊണ്ടായിരിക്കാം ഒരു പക്ഷെ മുൻകരുതൽ എടുക്കാതിരിക്കും. കാട്ടാന കൂട്ടമാണോ, ഒരു കാട്ടാന മാത്രമാണോ, അങ്ങനെ എന്തെങ്കിലും വിവരം ഉണ്ടോ? ഇന്ന് ആക്രമണം ഉണ്ടായപ്പോൾ കാട്ടാന കൂട്ടങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ഒറ്റയാനാണ് വന്നത്. ഒറ്റയാന ആക്രമണത്തിലാണ് മരണപ്പെട്ടത്. 78 വയസ്സുള്ള സ്ത്രീയാണ്. സ്വാഭാവികമായും ഓടി രക്ഷപ്പെടാനും സാധിച്ചു കാണില്ല അല്ലേ? ഓടാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും കഴിഞ്ഞില്ല. അപ്പത്തേക്ക് അങ്ങനെ ആക്രമിച്ചു എന്നാണ് കൂടുതലുള്ളവർ പറഞ്ഞത്. ഇപ്പോൾ എവിടെയാണ് മൃതദേഹമുള്ളത്? മറ്റു വിവരങ്ങൾ എന്താണ്? നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടോ അവിടെ? ഇപ്പൊ നിലവിൽ പ്രതിഷേധമില്ല. ആശുപത്രിയിൽ യാതൊരു പ്രതിഷേധമില്ല. രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വരുന്നുണ്ട്. MLA ഉടനെ സ്ഥലത്തെത്തും. MLA എത്തും അല്ലേ? കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിൽ മൃതദേഹം ഉള്ളത്. ഓക്കെ, അതാണ് സാഹചര്യം. നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാട്ടാന വയോധികയെ ചവിട്ടിക്കൊന്നു എന്നുള്ളതാണ്. 78 വയസ്സുള്ള വീട്ടമ്മയുടെ ജീവനാണ് കാട്ടാന എടുത്തത്. കൃഷിയിടത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ടോൾസൺ, ഞങ്ങൾ അവിടുത്തെ പ്രതിനിധിയാണ്. ടോൾസൺ പറഞ്ഞ അനുസരിച്ച് ഈ പകൽ സമയത്തൊക്കെ കാട്ടാനയുടെ സാന്നിധ്യം ഈ പ്രദേശത്തില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ വീട്ടമ്മ അവിടെ കൃഷിയിടത്തിൽ പോയത്. അപ്രതീക്ഷിതമായി കാട്ടാനയുടെ മുമ്പിൽ പെടുകയും ഇവരെ ചവിട്ടിക്കൊല്ലുകയുമായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ പറഞ്ഞതുപോലെ കാട്ടാന ആക്രമണത്തിൽ അവരുടെ മൃതദേഹം ഇപ്പോൾ അവിടെ കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിലുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ട്. ഇത് ഒരു ദാരുണമായ സംഭവമായി കേരളത്തിലുടനീളം. മന്ത്രി AK ശശീന്ദ്രനുണ്ട്. മിനിസ്റ്റർ, ഇവിടെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു ദാരുണമായ സംഭവം നേര്യമംഗലം കാഞ്ഞിരവേലിയിലാണ്. കാട്ടാന ആക്രമണം, ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. മിനിസ്റ്റർ, സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് താങ്കൾ പറഞ്ഞതുപോലെ അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ്. നമ്മുടെ മലയോര മേഖലകളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ വല്ലാത്ത ആശങ്കയും ഉത്കണ്ഠയും തന്നെയാണുള്ളത്. ഇത് സംബന്ധിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായും അവിടെ ചെയ്യേണ്ട കരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാര തുക ഉടൻ തന്നെ നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിരവധി ആക്രമണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിനിസ്റ്റർ. ജനങ്ങളൊക്കെ അത്തരത്തിലുള്ള ഭീതിയിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ. മന്ത്രി ഫോൺ
ബന്ധം നഷ്ടപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും മിനിസ്റ്റർ AK ശശീന്ദ്രനാണ് ഇപ്പോൾ സംസാരിച്ചത്. നഷ്ടപരിഹാര തുക എത്രയും വേഗം നൽകും, റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീട്ടമ്മ 78-കാരിയാണ്. അവർ തൻ്റെ കൃഷിയിടത്തിൽ കൂവ വിളവെടുക്കാനായി, കൂവ കൃഷിയുള്ള സ്ഥലമാണ്, കൂവ വിളവെടുക്കാനായി പോകും വഴിയാണ് ഈ സംഭവം ഉണ്ടായത്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത് എന്നുകൂടി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് പലതരത്തിലാണ് ഈ കാട്ടാന ആക്രമണത്തിൻ്റെ ഭീഷണി ഈ പ്രദേശങ്ങളിൽ, മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവർ നേരിടുന്നത്. എപ്പോഴാന നാട്ടിലിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പ്രത്യേകിച്ച് വേനൽക്കാലമാണ് ഇപ്പോഴുള്ളത്. ചൂട് കൂടുന്നു, വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായും ഇത്തരം സാഹചര്യങ്ങളെ ബാധിക്കും എന്ന് വേണം കരുതാൻ. ഈ വീട്ടമ്മയെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു കാട്ടാന. പ്രായമുള്ള സ്ത്രീയാണ്. അവർക്ക് ഓടി രക്ഷപ്പെടാനൊക്കെയുള്ള പരിമിതിയുണ്ട്. സ്വാഭാവികമായും അതിൻ്റെയൊക്കെ പ്രശ്നത്തിൽ ആണ് ഇത്തരമൊരു മരണം സംഭവിച്ചത് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ ആ വീട്ടമ്മയുടെ മൃതദേഹമാണ് എന്നുള്ളതാണ്. വീട്ടമ്മ 78 വയസ്സുകാരിയാണ്. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് ആ ബോഡി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. 108 ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരണപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി തന്നെ അവർ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നുള്ളതും വ്യക്തമാണ്. ഏതായാലും അതിദാരുണമായ സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നു. മന്ത്രി സംസാരിച്ചിരുന്നു. അല്പം 2 വാരി പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞത് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് നൽകും, ഒപ്പം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കോതമംഗലത്താണ്, നേര്യമംഗലം എന്ന പ്രദേശത്താണ്. ഇതൊരു വനത്തിനോട് ചേർന്ന ഒരു പ്രദേശമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് കാട്ടാന വളരെ പെട്ടെന്ന് തന്നെ കടന്നു വന്ന് കൂവ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിലേക്ക് കാട്ടാന വളരെ വേഗം കടന്നു വരികയും തുടർന്ന് ഡീൻ കുര്യാക്കോസ് MP ടെലിഫോൺ ലൈനുണ്ട്. MP, ഇത് വലിയ ദാരുണമായ സംഭവമായി മാറുകയാണ്. ഇത് തുടർച്ചയായി കേരളത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്ത് മനസ്സിലാക്കണം? ജനത്തിന് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത പശ്ചാത്തലമാണോ? ഇവിടെ ഒരു ഗവൺമെന്റ് അവരുടെ യഥാർത്ഥത്തിലുള്ള കടമയും ധർമ്മവും ഉത്തരവാദിത്വവും മറക്കുന്നത് കൊണ്ടാണ് ജനങ്ങളെ ഇത്രമേൽ ബുദ്ധിമുട്ടിച്ച ഒരു ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വിടുകയാണ് വേണ്ടത്. എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പും മന്ത്രിയും ഗവൺമെന്റും ഒക്കെ ഈ നാട് ഭരിക്കുന്നത്? ജനങ്ങൾ ഇതിനപ്പുറം ശിക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? ഈ പറയപ്പെടുന്ന കാഞ്ഞിരവേലി പ്രദേശം അടിമാലി പഞ്ചായത്തിന്റെ എപ്പോഴും കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലകളാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി പെരിയാറിന്റെ ഇരുകരകളിലും അധിവസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളാണ് അവിടുത്തെ പ്രശ്നം. എന്ത് ചെയ്തു ഈ ഗവൺമെന്റ്? ഒരു മറുപടി പറയട്ടെ. ഓരോ മേഖലകളിലും കേരളത്തിലാകെ വന്യജീവി പ്രശ്നം ഉണ്ടാകുന്ന 2 ജില്ലയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എവിടെയാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് വ്യക്തതയുണ്ട്. ഒന്നും ചെയ്യാതെ അവരവസാനം എന്താ പറയാ, റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. MP ആണ്, ഡീൻ കുര്യാക്കോസ് MP ആണ് രോഷമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇടുക്കി അടിമാലി കാഞ്ഞിരവേലിയിൽ ആണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. മുണ്ടോക്കുളത്തിൽ ഇന്ദിരാ രാമകൃഷ്ണനാണ് മരിച്ചത്. രാവിലെ 9. സൗമ്യ അനിൽ, ആ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. സൗമ്യ, എന്താണ് താങ്കൾക്ക് ലഭിച്ച വിവരം ഈ ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട്? അടിമാലി പഞ്ചായത്തിൽ 20-ാം വാർഡില് കാഞ്ഞിരവേലി ഭാഗത്താണ് നടക്കുന്നത്. വന്യമൃഗ ആക്രമണം തുടർച്ചയായിട്ടും നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മുന്നറിയിപ്പെല്ലാം നൽകിയതായിരുന്നു. എങ്കിൽ കൂടി ഇന്ന് രാവിലെ ആടിനെ കെട്ടാൻ വേണ്ടി പോയതാണ് ചേച്ചി. അപ്പോൾ ആന വന്ന സമയത്ത് കണ്ടില്ലായിരുന്നു. ആ രീതിയിൽ ചേച്ചിനും ആന ചവിട്ടി എറിഞ്ഞ് മരണപ്പെട്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. നമ്മൾ അങ്ങോട്ടേക്ക് 1 മണിക്കൂറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണോ? ആക്രമണം സ്ഥിരം ഉള്ള സ്ഥലമാണ്. അടിമാലി പഞ്ചായത്തിൽ കാഞ്ഞിരവേലി ഭാഗത്ത് സ്ഥിരം വന്യമൃഗം ഉള്ള സ്ഥലമാണ്. എപ്പോഴും തന്നെ നമുക്കവിടെ പേടി സ്വപ്നമാണ് കാട്ടാന. നേരത്തെ ഈ കൃഷി നശിപ്പിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ അവിടെ അല്ലേ? നേരത്തെ മുതലുള്ളതാണ്. അപ്പൊ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ അതെ. മറ്റാരൊക്കെയാ വീട്ടിലുള്ളത് അറിയാമോ? അത് വ്യക്തമായിട്ട് അറിയില്ല. വാർഡ് മെമ്പറുമായിട്ട് കോൺടാക്ട്. ശരി, നന്ദി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പോയി. നന്ദി. സൗമ്യയാണ്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് സംസാരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ദാരുണമായ സംഭവമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിൻ്റെ ഒരു ഭീകരാവസ്ഥ കാണാം. കാരണം ഇവർ ഒരു വയോധികയാണ്. അവരുടെ ജീവനോപാധിയായ കാര്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. ആടിനെ കെട്ടാൻ വേണ്ടി കൃഷിയിടത്തിലേക്ക് പോയതാണ് എന്നാണ് പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. ഏതായാലും ജനങ്ങൾ വലിയ ഭീതിയിലാണ്
എന്നുള്ളതാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ, ഇത്തരം മലയോര പ്രദേശങ്ങൾ, ഈ വനത്തിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ വലിയ പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. വളർത്തുമൃഗങ്ങളെ കടിച്ചു കൊല്ലുന്നു, കൃഷി നശിപ്പിക്കുന്നു, ആളുകളുടെ ജീവന് പോലും ഭീഷണിയാകുന്നു. ഇപ്പോൾ തുടർച്ചയായി എത്ര മരണങ്ങൾ ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായി എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണാം. സ്ത്രീയുടെ മൃതദേഹമാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ സംഭവമായി ഇത് മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്.